നമുക്ക് ടിക്ക, നാൻ, അതുപോലെ ട്യൂണ റാപ്പ്, ബിരിയാണി, നെയ്ച്ചോറ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ 2 നല്ല ഗ്രീൻ ചട്ടിയുടെ റെസിപ്പീസ് നോക്കാം. ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് ചുവന്നുള്ളി, വെള്ളുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ പോമഗ്രനേറ്റിൻ്റെ കുരു ഉണക്കി പൊടിച്ചിട്ട്, അതായത് അനാർദാന പൗഡർ എല്ലാം കൂടെ നമ്മളൊരു ഗ്രൈൻഡറിലിട്ടിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് ഹങ് കേർഡ് എടുക്കുക. ഹങ് കേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, കുറച്ച് തൈര് ഒരു തുണിയിലോ അരിപ്പയിലോ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയുള്ള ഹങ് കേർഡ് കിട്ടും. അതൊരു ബൗളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഒരു പേസ്റ്റ് ഇല്ലേ, അതിൽ നിന്ന് കുറച്ചും ചാട്ട് മസാലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ ടിക്കൻ്റെ കൂടെ, നാനിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. ചിക്കൻ ടിക്കൻ്റെ കൂടെ, അതുപോലെ നമുക്ക് റാപ്സിലൊക്കെ ട്യൂണ റാപ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രീം ചീസും മയണൈസ് അങ്ങനത്തെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഇത് ചേർത്ത് നല്ല ക്രീമിയാണ്, ഹെൽത്തിയാണ്, നല്ല സ്പൈസി ഫ്ലേവർഫുൾ, അടിപൊളിയാണ് കേട്ടോ. വീണ്ടും ആ ഒരു പേസ്റ്റിൻ്റെ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ ഇട്ടിട്ട് വീണ്ടും ഗ്രൈൻഡറിൽ ഉപ്പും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ ഈ ചമ്മന്തി നമുക്ക് ബിരിയാണി, നെയ്ച്ചോറ്, അതുപോലെ ദോശ എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻജോയ്.